കൊല്ലം ഓച്ചിറയിൽ 13-കാരിയായ നാടോടി ബാലികയെ തട്ടിക്കൊണ്ടുപോയതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രി 10:30-ഓടെയാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി മാതാപിതാക്കളെ ഉപദ്രവിച്ച ശേഷം 4-അംഗ സംഘം പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയത്. പരിസരവാസി റോഷനും സംഘവുമാണ് സംഭവത്തിന് പിന്നിലെന്ന് മാതാപിതാക്കൾ പറയുന്നു. CPI ഓച്ചിറ ബ്രാഞ്ച് സെക്രട്ടറി നവാസിന്റെ മകനാണ് റോഷൻ. രാത്രി 10:30-ഓടെ 3 പേർ മുൻവാതിലിലൂടെയും ഒരാൾ പിൻവാതിലിലൂടെയും അതിക്രമിച്ച് കടക്കുകയായിരുന്നു. തടയാൻ ശ്രമിച്ച പെൺകുട്ടിയുടെ പിതാവിന്റെ കയ്യിൽ കടിച്ച ശേഷമാണ് പെൺകുട്ടിയെ ഇവർ കടത്തിക്കൊണ്ടുപോയത്. 1.5 മാസം മുൻപും സമാന സംഭവം ഉണ്ടായിരുന്നു. അന്നു തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായില്ല എന്നും ഇവർ പറയുന്നു. 1 വർഷം മുൻപ് ഇവരുടെ വീട് കുത്തിത്തുറന്ന് 25,000 രൂപ മോഷ്ടിച്ചിരുന്നു. അതിന് പിന്നിലും ഇവരാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ലഹരി വസ്തുക്കൾക്ക് അടിമയും നിരവധി ക്രിമിനൽ കേസുകളിലും ഉൾപ്പെട്ടവരാണ് പ്രതികൾ. തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിക്ക് 13 വയസ്സാണെന്ന് വീട്ടുകാർ പറയുമ്പോൾ 16 വയസ്സുകാരിയാണ് അതെന്ന് വരുത്തി തീർക്കാനും കേസ് ഒതുക്കി തീർക്കാനും പോലീസ് ശ്രമിക്കുന്നതായും ഇവർ ആരോപിക്കുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട പ്രതികരണവുമായി കൊല്ലം DCC അധ്യക്ഷ ബിന്ദുകൃഷ്ണ രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്, ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരു പെൺകുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഇത്രയും ലാഘവത്തോടുകൂടി പോലീസിന് കൈകാര്യം ചെയ്യാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സ്ത്രീകളുടെ സുരക്ഷയെപ്പറ്റി നമ്മളൊക്കെ തന്നെ ആശങ്കാകുലരാകുകയും എപ്പോഴും അതിനെതിരെ ശബ്ദിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഇത്രയും ക്രൂരമായ സംഭവം നടന്നിട്ട് പോലും കൃത്യമായ നടപടി എടുക്കാത്തത് പോലീസിന്റെ വീഴ്ച തന്നെയാണ്. അവർ അച്ഛനെയും അമ്മയും അവരുടെ രണ്ടുപേരുടെയും ശരീരത്തിൽ നിറയപ്പാട്, കുഞ്ഞിന്റെ അമ്മയുടെ ശരീരത്തിന്റെ നെഞ്ചിലൊക്കെ വലിയ പാടുകളുണ്ട്. ഇത്രയും ക്രൂരമായ ആക്രമണത്തിന് അവർ വിധേയരായിട്ട് ഇവിടെ വന്ന് അവർക്ക് എന്ത് ആക്രമണം ഉണ്ടായി എന്നതിനെ സംബന്ധിച്ചൊരു കേസ് പോലും എടുക്കാൻ തയ്യാറാകുന്നില്ല. പോലീസ് പറയുന്നത് പെൺകുട്ടി, ഞാനിപ്പോൾ കമ്മീഷനുമായിട്ട് തൊട്ട് മുമ്പ് സംസാരിച്ചേ ഉള്ളൂ, അദ്ദേഹം പറയുന്നത് ഏതോ ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ബാംഗ്ലൂർ വെച്ച് പിടിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന്. ഒരു പക്ഷേ ബാംഗ്ലൂരിന് മുമ്പ് കുട്ടിയെ കൊണ്ടുപോകുന്ന ആളെ ഇറക്കിക്കൊണ്ടുപോയാൽ ആരോട് ചോദിക്കും? ഇത്രയും നിരുത്തരവാദപരമായ ഒരു പോലീസ് പെരുമാറുന്നത് ഈ നാടിന്റെ ക്രമസമാധാനം ഇല്ലായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. ഇത് വളരെ ഗൗരവമായി കേരളത്തിലെ ഗവൺമെന്റ് എടുക്കണം. പാവപ്പെട്ട രാജസ്ഥാനിൽ നിന്നുള്ള സഹോദരങ്ങളായതുകൊണ്ട് അവരോട് മനുഷ്യത്വം കാണിക്കാതിരിക്കുന്ന ക്രൂരതയാണ്. കേരളത്തിൽ ഭരണമില്ലാത്ത അവസ്ഥയാണ്. അത് തന്നെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം. ഞങ്ങളിതിൽ ശക്തിയായി പ്രതിഷേധിക്കുന്നു. നടപടി ഉണ്ടാകുന്നത് വരെ 3 മാസം മുമ്പ് ഇതുപോലെ വീട്ടിൽ കയറി ഉപദ്രവം നടത്തി സംഭവിച്ചതാ. എന്നിട്ടും ലാഘവത്തോടെ പോലീസ് കണ്ടു. മനസ്സിലാക്കുന്ന സ്ഥലത്തെ ഭരണകക്ഷിയുടെ പ്രധാനപ്പെട്ട ആളിന്റെ മകനാണ് ഈ കേസിൽ പ്രതിയെന്നാണ്. അതുകൊണ്ടായിരിക്കും പോലീസ് ഈ നിസ്സംഗാവസ്ഥ കാണിക്കുന്നത്. പക്ഷെ അത് പ്രതിഷേധാർഹമാണ്, അപലപനീയമാണ്. ഇതിനെതിരെ അതിശക്തമായ നടപടികളോട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും.